ഒരു ആനിമെ ക്യാരക്ടർ ഇത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളാണ്. ഈ ക്യാരക്ടറിനെ ഒരുപാട് ആളുകൾ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ ഞാനും ഒരാളാണ്. അന്ന് രണ്ട് സംഭവങ്ങൾ നടന്നു. ഒന്ന് നയൻ ടെയിൽസ് അറ്റാക്ക്, മൊത്ത ലീഫ് വില്ലേജും സ്തംഭിച്ചു പോയ നിമിഷം. അതിൽ പല ആളുകൾക്കും ജീവൻ വെടിയേണ്ടി വന്നു. അതോടെ ആ സ്ഥലത്തിന് പുതിയൊരു യുഗവും ജനിച്ചു, അവനും ജനിച്ചു. ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചു വളർന്ന അവൻ ചെറുപ്പത്തിൽ തന്നെ പല കാര്യങ്ങളും പഠിച്ചു. പക്ഷെ വിട്ടുകൊടുക്കുന്നത് എന്താണെന്ന് മാത്രം പഠിച്ചില്ല. എല്ലാ വില്ലൻസിന്റെയും ഉള്ളിൽ ഒരു നല്ല ഗുണം ഉണ്ടെന്ന് മനസ്സിലാക്കി അവനോട് സംസാരിച്ച് തന്നെ അവനെ നല്ലവനാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണ് അവൻ. നറൂട്ടോയുടെ മോസ്റ്റ് പവർഫുൾ റസെൻഗാനിൽ നിന്ന് വേണമെങ്കിലും ആർക്കെങ്കിലും രക്ഷപ്പെടാം. എന്നാൽ അവന്റെ ടോക്ക് നോ ജുട്സുവിൽ പെട്ടവൻ എസ്കേപ്പ് ആയതായി ചരിത്രമേ ഇല്ല. ഏത് വില്ലേജിലെ ജനങ്ങളാണോ അവൻ മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവനെ അടിച്ചു വിരട്ടിയത്, ഏത് ജനങ്ങളാണോ അവനെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയത്, ഏത് ജനങ്ങളാണോ അവനെ വെറുത്തത്, ഇന്ന് അതേ ജനങ്ങൾക്ക് അവനാണ് രാജാവ്. മൊത്ത ഹിസ്റ്ററിയിൽ തന്നെ ഇങ്ങനൊരു ഹൊക്കാഗെ ഒരുത്തനും കണ്ടു കാണത്തില്ല. ഒരുത്തന് എന്തൊക്കെ തടസ്സങ്ങൾ അവന്റെ ലൈഫിൽ നേരിട്ടാലും അവൻ സ്ട്രോങ് ആയി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിജയത്തെ ഏത് കൊമ്പൻ വന്നാലും തടുത്തു നിർത്താൻ പറ്റത്തില്ല എന്നതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നറൂട്ടോ ഉസുമാക്കി.